സാഹചര്യത്തിൽ മരിച്ച ഒരു വ്യക്തി ആ വ്യക്തിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ആ ഡോക്ടറിന് ഈ വ്യക്തി എത്ര നേരമായി മരിച്ചിട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്നാമത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ആ മരിച്ച വ്യക്തിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഫുഡ് ദഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ മരിച്ചിട്ട് ആകെ 2 മണിക്കൂറേ ആവുന്നുള്ളൂ. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആമാശയത്തിനുള്ളിലെ ന്യൂറോണുകൾ നമ്മൾ ഫുഡിനെ ദഹിപ്പിക്കാനുള്ള പ്രോസസ്സ് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിയുടെ കൈകാലുകൾ മടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി മരിച്ചിട്ട് 6 മുതൽ 12 മണിക്കൂർ വരെ ആയി. 3 ദിവസം കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരം അഴുവി അതിൽ നിന്ന് പുഴു വരും. അതിനുശേഷം ആ പുഴുവിനെ എടുത്ത് പരിശോധിച്ചുകൊണ്ടാണ് പിന്നെയുള്ള റിസർച്ച്. കാരണം ആ മരിച്ച മനുഷ്യനിൽ നിന്ന് കിട്ടിയ ആ പുഴുവിന്റെ ആയുസിനെ പറ്റി വ്യക്തമായ ധാരണ ഡോക്ടർമാർക്കുണ്ടാവും. ആ പുഴുവിനെ പറ്റി അവർ വ്യക്തമായിട്ട് റിസർച്ച് നടത്തും. കാരണം മനുഷ്യ ശരീരത്തിൽ നിന്ന് ജീർണിച്ചുണ്ടായ ആ പുഴുവിന്റെ വളർച്ചാ രീതിയെ പറ്റി ഡോക്ടർമാർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകും.